ഭയങ്കര റോഡ് ബ്ലോക്ക് ആയിരുന്നു. അതുകൊണ്ട് വരാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടി. വന്നവർക്ക് എന്താണെന്ന് അറിയത്തില്ല, ഈ കാലാവസ്ഥയും വളരെ പ്രതികൂലമായിട്ടാണ് പോകുന്നത്. ഭയങ്കര മഴയാണ്. പക്ഷെ വന്നവർ അതെല്ലാം അതിജീവിച്ച് വളരെ ബന്ധപ്പെട്ടാണ് കടന്നു വന്നത്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എങ്കിലും നിങ്ങൾ കൂടി വന്നല്ലോ. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ദൈവസന്നിധിക്ക് ഞാനൊരു വലിയ പ്രസംഗമൊന്നും നയിക്കുന്നില്ല. കാരണം ഇവിടെ ഇന്ന് കിട്ടാനുള്ള ആലോചനകളെല്ലാം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രതികാരന്റെ പ്രിയ പിതാവ്, അതുപോലെ മാതാവിനെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇത്രയും ശാരീരികമായ പ്രയാസമുള്ളപ്പോഴും ഈ ഏകദേശം 37ഓളം പടിയുണ്ട് ഈ ആലയത്തിൽ കയറി വരണമെങ്കിൽ. അത് കയറി ഇവിടെ വന്ന് ദൈവസന്നിധിയിൽ ആരാധിക്കുവാൻ ദൈവം എന്റെ പ്രിയ മാതാവിന് എന്നോടും ദൈവത്തോടുമുള്ള സ്നേഹത്തിൽ കയറി വരുവാൻ തക്കോടെ എത്തുന്നു. അതിന് എന്റെ പ്രിയ പിതാവും അങ്ങനെ തന്നെ കയറി വന്നു. ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ അങ്കിൾ അതിൽ ഇവിടെ നിന്ന് പാടി കർത്താവിനെ ആരാധിക്കുന്നു. നമുക്ക് ഇന്നറിയാം, കേരളത്തിലെ വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിൽ വലിയൊരു ശസ്ത്രക്രിയ ചെയ്തതിനു ശേഷം അദ്ദേഹത്തോട് പറഞ്ഞൊരു 3 സ്റ്റെപ്പ് പോലും കയറരുതെന്നാണ് പറഞ്ഞത്. എന്നാൽ 37 സ്റ്റെപ്പ് കയറി വന്നിട്ട് ഇവിടെ നിന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഡോക്ടർ ഒന്ന് വിധി എഴുതും, ഹോസ്പിറ്റലിൽ ഒന്ന് വിധി എഴുതും. പക്ഷെ നമ്മുടെ ദൈവം ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ബലപ്പെടുത്തും. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പാടുകളെ സഹിച്ച ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കാല് ഹല്ലേലൂയ സ്തോത്രം ഇപ്പൊ നമ്മളിങ്ങനെ ബലത്തോടെ നയിക്കുമ്പോ ഞാൻ ഓർക്കുകയാണ്, ക്രിസ്തുവിന്റെ കാലിൽ പച്ചിരുമ്പാണി ഹല്ലേലൂയ സ്തോത്രം ആ മരക്കുരിശിലേക്ക് തറച്ചു കയറ്റുമ്പോൾ ഉണ്ടായതായിട്ടുള്ള ആ ഒരു ഭാരമെന്ന് പറഞ്ഞ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാണ്. ആ ക്രിസ്തുവിന്റെ പാദത്തിൽ നിന്ന് ഒഴുകിയ ഓരോരുത്തരുടെ രക്തവും നമ്മുടെ വിടുതലിനാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പ്രത്യേക കർത്താവിന്റെ അഭിഷേകൻ പ്രിയ അജിത്ത് മൈക്കിൾ നമ്മളോടൊപ്പം എത്രത്തോളം നേരം ദൈവവചനം ഷെയർ ചെയ്യാൻ ഇടയായിത്തീർന്നു. ഞങ്ങൾ ഒരുമിച്ച് ഹല്ലേലൂയ സ്തോത്രം തൊടുപുഴയിലും ഇവിടെയും ഭാഗങ്ങളിലും ഒക്കെ ഞങ്ങൾ കർത്താവിന് വേണ്ടിയിട്ട് വേല ചെയ്തിട്ടുണ്ട്. തൊടുപുഴയിൽ ഞങ്ങൾ കൊറോണ കഴിഞ്ഞിട്ട് ഒരു ഹല്ലേലൂയ സ്തോത്രം തിയേറ്ററിൽ ആരാധന തുടങ്ങിയപ്പോൾ ഷാജുവും വർഷങ്ങളെല്ലാം ഒരുമിച്ച് കർത്താവിന്റെ വേല ആ ദേശത്ത് തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. ഓരോ ഗല്ലികളിലും ഈ കുഞ്ഞുങ്ങളെ ആയിട്ട് ഓരോ ഇടവഴികളിൽ കൂടെ പോയി സുവിശേഷം അറിയിച്ച് ഞങ്ങൾ അനേക നാടുകൾ കർത്താവിന്റെ വേല ചെയ്ത് ഞങ്ങൾക്ക് ഓട്ടത്തോടോട്ടമാണ്. ഒരു ഞായറാഴ്ച രാവിലെ തുടങ്ങിയാൽ വെളുപ്പിന് 6 മണി മുതല് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറുമ്പം 3 ആരാധനയൊക്കെ കഴിയും. ഹല്ലേലൂയ. തൊടുപുഴയിൽ ഇവിടുന്ന് പോയി അവിടെ ഇപ്പൊ ഇന്ന് കൃപയാൽ ആ തിയേറ്റർ നിറച്ചു ആളണമെന്നൊക്കെയാണ് ഞങ്ങൾ അറിയുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ചെന്താറുണ്ട് തൊടുപുഴയിൽ ഞങ്ങൾ കൊറോണ കഴിഞ്ഞിട്ട് ഒരു ഹല്ലേലൂയ സ്തോത്രം തിയേറ്ററിൽ ആരാധന തുടങ്ങിയപ്പോൾ ഷാജുവും വർഷങ്ങളെല്ലാം ഒരുമിച്ച് കർത്താവിന്റെ വേല ആ ദേശത്ത് തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. ഓരോ ഗല്ലികളിലും ഈ കുഞ്ഞുങ്ങളെ ആയിട്ട് ഓരോ ഇടവഴികളിൽ കൂടെ പോയി സുവിശേഷം അറിയിച്ച് ഞങ്ങൾ അനേക നാടുകൾ കർത്താവിന്റെ വേല ചെയ്ത് ഞങ്ങൾക്ക് ഓട്ടത്തോടോട്ടമാണ്. ഒരു ഞായറാഴ്ച രാവിലെ തുടങ്ങിയാൽ വെളുപ്പിന് 6 മണി മുതല് ഞങ്ങൾ വീട്ടിൽ വന്ന് കയറുമ്പം 3 ആരാധനയൊക്കെ കഴിയും. ഹല്ലേലൂയ. തൊടുപുഴയിൽ ഇവിടുന്ന് പോയി അവിടെ ഇപ്പൊ ഇന്ന് കൃപയാൽ ആ തിയേറ്റർ നിറച്ചു ആളണമെന്നൊക്കെയാണ് ഞങ്ങൾ അറിയുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ അഭിഷേകം പറഞ്ഞതുപോലെ നമ്മള് അല്ല സ്ക്രീനിലില്ല, വേണ്ട. നമ്മൾ എന്തിനാ സ്ക്രീനില്ല? സ്വർഗം മതി, കർത്താവ് യേശു മതി. യേശു ഹല്ലേലൂയ കൈപിടിച്ച ആൾക്കാർ മതി. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇവിടെയും ഞാൻ എപ്പോഴും പുറകിലേ ഇരിക്കത്തുള്ളൂ. എല്ലായിടത്തും അങ്ങനെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം എനിക്കിവിടെ വന്ന് പ്രസംഗിക്കണമെന്നല്ല, ഹല്ലേലൂയ സ്തോത്രം, എനിക്കിവിടെ നിന്ന് ശുശ്രൂഷിക്കണം എന്നല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെക്കാളിലും കഴിവുള്ള, എന്നെക്കാളിലും എത്രയോ നല്ല ദൈവകൃപയുള്ള അഭിഷിക്തന്മാർ ഇവിടെ ഉണ്ട്. അവർ നിങ്ങളെല്ലാം മുമ്പോട്ട് കടന്നു വന്ന് ശുശ്രൂഷിക്കണം. ഹല്ലേലൂയ സ്തോത്രം. അത് ഞാൻ ഓർത്ത് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അത് അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അഭിഷേകമുള്ളവൻ ഹല്ലേലൂയ സ്തോത്രം തോറ്റുപോകത്തില്ല. അഭിഷേക തൈലം തല വീണവൻ തോറ്റുപോകത്തില്ല. അഭിഷേകം നഷ്ടപ്പെടുത്തിയവൻ തോറ്റുപോകും. അഭിഷേകം നഷ്ടപ്പെടുത്തിയവൻ തോറ്റുപോകും. അഭിഷേകം തലയിൽ വീണവൻ തോറ്റുപോകത്തില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷേകത്തിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യമെല്ലാം അദ്ദേഹം ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ചെങ്കിലും ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ മരണം പോലും നമുക്ക് മാറി നിൽക്കുവാൻ കൊണ്ടിടയാക്കി. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാൽ
ഹല്ലേലൂയ. ഒരു ഒറ്റ വാക്യം വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് ദൈവസന്നിധിയിലെ ഒരു കാര്യം മാത്രം ഒന്ന് പറഞ്ഞിട്ട് കർത്താവിന്റെ സന്നിധിയിലെ ഹല്ലേലൂയ സ്തോത്രം ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ വായിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം. ഹല്ലേലൂയ സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാമത്തെ അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം 30-ാമത്തെ അധ്യായത്തിന്റെ 30-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തരുടെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. കേട്ടോ? ഹല്ലേലൂയ സ്തോത്രം. പെട്ടെന്ന് ചുരുക്കി ഞാനങ്ങ് പറഞ്ഞു പോയേക്കാം. ഹല്ലേലൂയ സ്തോത്രം. ദാവീദ് എന്ന് പറഞ്ഞ മഹാരാജാവായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹത്തെ ദൈവം തിരഞ്ഞെടുത്തു. എങ്ങനെ തിരഞ്ഞെടുത്തു? ശൗൽ എന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം ആദ്യമായിട്ട് ഇസ്രായേലിന്റെ രാജാവായി തിരഞ്ഞെടുത്തു. അദ്ദേഹം എന്ത് ചെയ്തു? ലോകത്തിന്റെ പുറകെ പോയിട്ട് ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ അദ്ദേഹത്തെ ആ രാജസ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ഇശായിയുടെ കുലത്തിൽ ഇശായിയുടെ മകനായിട്ടുള്ള ദാവീദിനെ ദൈവം തെരഞ്ഞെടുത്തു. എന്ന് തന്നെ അഭിഷേക തൈലം ശമൂവേൽ പ്രവാചകൻ തന്റെ തലമേലേക്ക് ഒഴിച്ച് തെരഞ്ഞെടുത്തോ അന്ന് മുതൽ നിലവിൽ രാജാവായിട്ടിരിക്കുന്ന ശൗലിന് ആരോട് എതിർപ്പാണ്? അല്ലെങ്കിൽ ദാവീദിനെ കൊല്ലാൻ തക്കം പാർത്തുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ദാവീദിനെ കൊല്ലാൻ തക്കം പാർത്തുകൊണ്ട് നടക്കുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാവോ? ഇദ്ദേഹം അവിടെ നിന്നും ഫെലിസ്ത്യ ദേശത്തേക്ക് ഓടിപ്പോവാൻ കൂടെ തുടങ്ങി. ഫെലിസ്ത്യ ദേശത്തേക്ക് ഓടിച്ചെന്നിട്ട് അവിടെ ആഖീസ് എന്ന് പറഞ്ഞായിട്ടുള്ള ഒരു രാജാവിനെ, ഒരു ഫെലിസ്ത്യ പ്രഭുവിന്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹത്തോട് അഭയം പ്രാപിച്ചിട്ട് ഞങ്ങൾക്ക് ഇവിടെ താമസിക്കുവാൻ വേണ്ടി ഒരു ഇടം തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ആഖീസ് രാജാവും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെ ഫെലിസ്തീനായിട്ടുള്ള ഒരു വലിയ രാജസമൂഹം തന്നെ ഇസ്രായേലിനെതിരെ പടക്കൂട്ടം കൂടിയപ്പോൾ ദാവീദും അവരുടെ കൂടെ പടക്കി കൂടുവാന്റെ കൂടെ കയറുന്നു. അപ്പോൾ അത്രയും നാളും ഈ ദാവീദ് എവിടെ പോയി പാർത്താലും വളരെ വിശ്വസ്തനാണ്. അവിടെയുള്ള രാജാക്കന്മാരെ അദ്ദേഹത്തിന് വളരെ വിശ്വസനായിരുന്നു. അദ്ദേഹത്തിന്റെ ഇഷ്ടംപോലെ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹത്തോട് ഭയങ്കര താല്പര്യമായിരുന്നു ഈ ആഖീസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക്. അപ്പോൾ ഇദ്ദേഹം പടക്കി പോയപ്പോൾ ഞങ്ങൾ കൂടെ വരാമെന്ന് പറഞ്ഞു പോയി. എന്താണെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഈ കൂടിയ ഫെലിസ്ത്യരാജാവെല്ലാം പറഞ്ഞു, അയ്യോ ഇവനെ കൂടെ കൂട്ടരെന്ന് പറഞ്ഞു, ഇവനെ ആള് വേറെയാന്ന് പറഞ്ഞു. കാരണം ശൗലോ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. ഒരൊറ്റ ദൈവപ്രവൃത്തി, അഭിഷേകമുള്ളവന്റെ ഒരൊറ്റ ദൈവപ്രവൃത്തി. നേരത്തെ കർത്താവിന്റെ അഭിഷേകം പറഞ്ഞത് നമ്മുടെ യേശു ചങ്കൂറ്റ ഉള്ളവനാണെന്ന് പറഞ്ഞതുപോലെ ശൗലും തന്റെ ഒരു പഠനം മുഴുവനും സ്തോത്രം എന്ത് ചെയ്തു? വളരെ ഭയപ്പെട്ടുകൊണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഗോലിയാത്തിന്റെ മുമ്പിൽ ചങ്കൂറ്റത്തോടെ ചെന്നിട്ട് ദൈവാത്മാവിൽ സ്തോത്രം ഗോലിയാത്തിനെതിരെ തന്റെ കവണയിൽ കല്ലെടുത്ത് എഴുതി കഴിഞ്ഞപ്പോഴത്തേന് സ്തോത്രം വെല്ലുവിളിച്ച് നിന്ന ശത്രുവിനെ ഒറ്റ കല്ലെ തീർത്തവരാണ്. ആര്? ദാവീദ്. ഇത് ഇവനാള് വേറെ, ഇവനെ കൂട്ടരുതെന്ന് പറഞ്ഞു. എന്തായാലും ആശാൻ തിരിച്ച് സ്വന്തം സ്വന്തം ഭാര്യയും മക്കളും ഒക്കെ അടങ്ങിയെടുത്തിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഒരു 600 പേരായിട്ടായിരുന്നു പോയത്. തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് ഭാര്യയും കൊണ്ട് മക്കളെയും കൊണ്ട് എല്ലാവരെയും കൊണ്ട് ആര് പോയി? അമാലേക്ക് സൈന്യം വന്ന് മൊത്തം കൊള്ളയിട്ടുകൊണ്ട് പോയി. അമാലേക്ക് സൈന്യം വന്ന് മൊത്തം കൊള്ളയിട്ടുകൊണ്ട് പോയി. അങ്ങനെ കൊള്ളയിട്ടുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് ഹല്ലേലൂയ സ്തോത്രം ദാവീദ് സ്തോത്രം ഈ 600 പേരോട്ട് വന്നപ്പോ അവരുടെ ഭാര്യമാരും ഇല്ല, മക്കളുമില്ല, എല്ലാം കൊള്ളയിട്ടുകൊണ്ട് പോയി. കൊള്ളയിട്ടുകൊണ്ട് പോയപ്പോ കൂടെ നിന്നവന്മാരെല്ലാരും പറയുക ഇവനെ കല്ലെറിയാൻ വേണ്ടി. ഇന്നും പലരും അങ്ങനെ കേട്ടോ. നിനക്ക് എല്ലാം ഉണ്ടെങ്കിൽ ഒത്തിരി പേര് കൂടെ നിൽക്കും, എല്ലാം ഉണ്ടെങ്കിൽ കൂടെ നിൽക്കും. പക്ഷെ നിനക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുകയോ നിന്റെ കൂടെ ഉള്ളവര് നിന്നാൽ എന്തെങ്കിലും നഷ്ടപ്പെടുകയോ ചെയ്താൽ ഒരുത്തരും കൂടെ നിൽക്കത്തില്ല. നിന്റെ കൂടെ നിന്റെ കൈ താങ്ങി നിൽക്കേണ്ടവർ നിനക്കെതിരെ കല്ലെടുത്തെറിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവമക്കളെ ശ്രദ്ധിച്ചോ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അഭിഷേകമുള്ള ദാവീദ് അവന്റെ മേൽ കല്ലെറിയുവാൻ സ്വർഗത്തിലെ ദൈവം സമ്മതിക്കത്തില്ലെന്നേ. അഭിഷേകമുള്ള ദാവീദിനോട് എന്ത് ചെയ്തു? കല്ലെറിയാൻ അവൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തിൽ ധൈര്യപ്പെട്ടു എന്നാ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. ഹല്ലേലൂയ. കരങ്ങളെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 4-ാം വാക്യം വായിക്കുമ്പോൾ കരയുവാൻ പോലും ബലമില്ലാതാകുമ്പോഴും ഒരൊക്കെ കരയുക. ആരോട്? ദൈവത്തോട് നിലവിളിക്കുകയാണ്. ആര്? ദാവീദ് നിലവിളിക്കുക. കരയാൻ പോലും ബലമില്ല. പക്ഷെ ആ ബലമില്ലാത്ത സമയത്ത് ആരോട് നിലവിളിച്ചു?
ദൈവത്തോട് നിലവിളിച്ചു. അഭിഷേകം ഉള്ളവൻ കരഞ്ഞ സ്വർഗം നിലവിളി കേൾക്കും. എന്നിട്ട് കർത്താവ് എന്റെ സന്നിധിയിൽ ദാവീദ് ചോദിച്ചു, ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമെന്ന് ചോദിച്ചപ്പോ കർത്താവ് പറയുക, ഹല്ലേലൂയ സ്തോത്രം, നീ പിന്തുടരുന്നു, ഞാൻ നിനക്ക് ജയം തരുമെന്ന്. അതാ നേരത്തെ കർത്താവിന്റെ ആശ്രമം പ്രവചിച്ചത്. ഇന്ന് അനേകരും പ്രവാചകന്മാരെ തേടി പോവാ, കിലോമീറ്റർ കണക്കിന് അപ്പസ്വരന്മാര് പ്രവാചകന്മാര് രോഗസൗഖ്യം നോക്കി പോവുകയാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം, നീ അഭിഷേകമുള്ളവനാണെങ്കിൽ, നിന്റെ തലയിൽ അഭിഷേകം ഉണ്ടെങ്കിൽ നീ ഒരുത്തരം തേടി പോകണ്ട. നീ ഇരിക്കുന്നിടത്ത് നിന്റെ നിലവിളിക്ക് മറുപടി തന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ വിഷയങ്ങൾക്ക് മറുപടി തരുവാൻ മതിയായ ഒരു ദൈവമാണെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് കരങ്ങൾ ഉയർത്തിക്കുന്നവരെ സ്തുതിക്കാൻ കഴിയും? ദാവീദ് കരഞ്ഞു കേട്ടോ, പിന്തുടരാൻ പറഞ്ഞു. അല്ല 600 പേരുമായിട്ടാ പോയത്, 200 പേര് ക്ഷീണിച്ചു പോയി മക്കളെ. പക്ഷെ ബാക്കി 400 പേരുമായിട്ട് പോയി കഴിഞ്ഞിട്ട് അവൻ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതെല്ലാം തിരിച്ചെടുക്കുക. അവിടുത്തെ കൊള്ളയും പങ്കിട്ടിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? 200 ക്ഷീണിച്ചിരുന്നവർക്കും കൊള്ള പങ്കിട്ട് കൊടുത്തിട്ട് അതിന് ജയത്തോടെ വന്ന ഒരു ദൈവത്തിന്റെ മനുഷ്യനുണ്ട്. അതാണ് ദാവീദ്. കാര്യം ഒറ്റ കാര്യമുള്ളൂ, അവന്റെ മേലൊരു അഭിഷേകമുണ്ടായിരുന്നു, അവന്റെ മേലൊരു ധൈര്യം പകർന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്നെ ശ്രമിക്കുന്ന ദൈവമക്കളെ, യൂട്യൂബിലൊക്കെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ പറയുന്നു, അല്ല നിന്റെ എന്തെങ്കിലും കവർന്നുകൊണ്ട് ശത്രു പോയിട്ടുണ്ടെങ്കിൽ, നിന്നെ തകർത്ത് മുടിച്ച് നിന്റെ സകലവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ശത്രു പോയിട്ടുണ്ടെങ്കിൽ, നിനക്ക് നിലവിളിക്കുവാനൊരു മനസ്സുണ്ടെങ്കിൽ, അവരുടെ ഒരു പാവരിച്ച് മുഴങ്ങാൻ മടക്കാൻ നിനക്കൊരു മുട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തോട് നിലവിളിച്ചാൽ അഭിഷേകമുള്ള നിന്റെ അവരെ നഷ്ടപ്പെടുത്തിയ കവർന്നെടുത്തോണ്ട് പോയി എല്ലാ എല്ലാവിധമാകുന്ന വിഷയങ്ങൾക്കും ദൈവം പരിഹാരം തന്ന് എല്ലാത്തിനെയും മടക്കി തന്ന് അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കരങ്ങളെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരു പുറം ഇങ്ങനെ ഒരു വിടുതൽ നടക്കുമ്പോ അപ്പുറത്തൊരു പുറം ഹല്ലേലൂയ സ്വരം. പണ്ട് അഭിഷേകമുള്ളവനായിരുന്നു ശൗല്, ഹല്ലേലൂയ സ്വരം. ഇപ്പൊ അഭിഷേകമില്ല. ഹല്ലേലൂയ സ്വരം. പുള്ളിക്ക് പെരിത്തെ മൊത്തം കൂട്ടം കൂടി നിൽക്കുക, നിന്റെ ശത്രുവായിട്ട് ഇങ്ങനെ അവനെ വെട്ടാൻ നിൽക്കുക. പുള്ളി എന്നാലും വെളിച്ചപ്പാടത്തെ തപ്പിക്കൊണ്ടിരിക്കുക. ഇപ്പൊ പ്രവാചകനില്ല. ശമൂവേല് മരിച്ചുപോയി, ശമൂവേൽ മരിച്ചുപോയി. ഇപ്പൊ ആരില്ല, ഇപ്പം പ്രവാചകനില്ല. ദൈവാലോചന ചെയ്യിക്കാൻ ദേശത്ത് ഇല്ലെന്നേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പ്രവാചകന്മാരുണ്ടല്ലേ. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മള് പ്രോഫറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും അഡ്രസ് ചെയ്യുന്നത്. ശരി, ആയിക്കോട്ടെ, സന്തോഷം. ഞാൻ പ്രവചനത്തെ തുച്ഛീകരിക്കുന്നില്ല. ആ കൃത്യമായ ദൂതുകൾ പറയുന്ന അനേക അഭിഷിക്തന്മാരുണ്ട്. എന്റെ തലയുടെ മൂടിയുടെ എണ്ണം വരെ പറയുന്ന അഭിഷിക്തന്മാരുണ്ട്. അല്ലെ, പണ്ട് ധർമ്മക്കണ്ണൻ എന്ന് പറഞ്ഞൊരു ദൈവാസൻ ഉണ്ടായിരുന്നു. ആ ദൈവാസൻ എന്റെ സൈക്കിളിന്റെ പുറകിൽ, ഞാൻ സൈക്കിൾ ചവിട്ടുമ്പോ എന്റെ സൈക്കിളിന്റെ പുറകിൽ ഇരുന്നുകൊണ്ട് തഴവ എന്ന് പറയുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് പ്രവചിച്ചു പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ നാട്ടിൽ നിന്റെ വീട്ടിൽ ഒരാൾ യേശുവിനെ അറിയണം, അറിഞ്ഞ് ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ ആ പുള്ളി ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കപ്പെടും. ഞാൻ ചോദിച്ചു, ആരാ? എന്റെ വീട്ടിലുള്ള എത്രയും പേരുണ്ട്. എനിക്ക് അപ്പനുണ്ട്, അപ്പന്റെ ഏട്ടനുണ്ട്, എന്റെ സഹോദരങ്ങളുണ്ട്, എത്രയും പേരുണ്ട്. ആരാ? അദ്ദേഹം പറയാ, മൂക്കത്തിങ്ങനെ ഒരു വെട്ടുപാടുള്ള, തലയിൽ മുടി കുറവുള്ള, തലയിൽ തലയോട്ടിക്ക് കുരുവുള്ള, ഇപ്പം മുഴയുള്ള എന്ന് പറയും, പക്ഷെ കുരുവുള്ള എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്റെ ആ വലിയപ്പായെ ജനിക്കുന്ന സമയത്ത്, ആ പ്രസവ സമയത്ത് ബുദ്ധിമുട്ടായപ്പോ കുടിൽ പോലുള്ള സ്ഥാനത്ത് വലിച്ചെടുക്കുകയായിരുന്നു. ആ കുഞ്ഞിലെയുള്ള കുരു എന്റെ വലിയപ്പാടെ തലയിലുണ്ടായിരുന്നു. ആ കുരുവിന്റെ എണ്ണം പോലും പറഞ്ഞിട്ട് പ്രവചിച്ച പ്രവാചകന്മാരുണ്ട്. പ്രവചനം നല്ലതാണ്. അപ്പൊ ഞാൻ പറയട്ടെ, ശമൂവേൽ എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ദാൻ മുതൽ ബേർശേബ വരെ ഹല്ലേലൂയ സ്തോത്രം എല്ലാവരും അവനെ ഭയപ്പെട്ടിരുന്നു, അവന്റെ ദൂത് കേട്ടിരുന്നു. എന്നാൽ ശമൂവേൽ മരിച്ചുപോയി. ഇപ്പൊ ശമൂലിന് ദൂത് കേൾക്കാൻ പറ്റത്തില്ല, മാർഗമൊന്നുമില്ല. ഹല്ലേലൂയ സ്തോത്രം. പുള്ളി ഈ പരീക്ഷയെ ജയിക്കുമോ എന്നുള്ള കാര്യം പുള്ളിക്ക് അറിയത്തില്ല. പേടിച്ച് വിറച്ചു നിൽക്കുക. വെളിച്ചപ്പാടത്തെ അന്വേഷിച്ചു പോയി. എങ്ങനെ പോയി? വേഷം മാറിപ്പോയി. എങ്ങനെ പോയി? എപ്പോ പോയി? രാത്രി പോയി. അല്ലെങ്കിൽ വിശ്വാസികളിൽ ഇപ്പൊ കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പകല് മുഴുവൻ ഭയങ്കര വിശ്വാസി, പുൽക്കൈ വെള്ളക്കെട്ട് വിട്ട് നല്ല രീതിയിലൊക്കെ നടക്കും. ഹല്ലേലൂയ സ്തോത്രം. എന്തെങ്കിലും പ്രശ്നവും പ്രതികൂലം വരുമ്പോൾ നൈസായിട്ട് പോവാ. അവിടെ പോയിട്ട് എന്നെ നോക്കാനാ പോകുന്നേ? ഹല്ലേലൂയ സ്തോത്രം. നിന്റെ പ്രശ്നം കൂടുവല്ലാതെ കുറയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. നീ ഏത് കള്ളിയിലോ എങ്ങോട്ടെടുത്ത് വെച്ചെന്ന് പറഞ്ഞാലും മുട്ടുമടക്കേണ്ടടുത്ത് മുട്ടുമടക്കിക്കോ, പ്രാർത്ഥിക്കേണ്ടടുത്ത് പ്രാർത്ഥിച്ചോ, അഭിഷേകത്തോടെ ദൈവസ്ഥിതി നിന്നോ, സ്വർഗത്തിലെ ദൈവത്തിന്റെ സകല പ്രശ്നങ്ങൾക്ക് മാറ്റം വരുത്തും. അഭിഷേകം നഷ്ടപ്പെടുത്തിയ ശൗലിന്റെ എന്നറിയോ? പതുക്കെ വെളിച്ചപ്പാടത്തെടുക്കുന്നു. പുള്ളിക്കാരി പതുക്കെ സംഗതി എല്ലാം വെച്ച് നോക്കിയപ്പോഴത്തേന് പ്രവാചകൻ എഴുതിട്ട് മരിച്ചുപോയി. പുള്ളി നിദ്രയില്ല, പുള്ളി മരിച്ചു പോയാളാ. ശമൂവേല് മരിച്ചുപോയ ശമൂവേൽ ഒരു എന്നെ കാണുന്നതിന് ചോദിച്ചു. എന്നെ നീ ഇപ്പൊ കാണുന്നേ? പ്രവാചകൻ എന്നെ കാണുന്നേ? ഒരു വൃദ്ധനായ മനുഷ്യനെ കാണുന്നു.
അദ്ദേഹത്തിന്റെ രൂപവും വസ്ത്രവും ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോ എന്നതാ, അത് ആരുടെ വസ്ത്രമായിരുന്നു? ശമൂവേലിന്റെ വസ്ത്രമാണ്, ഒരു പ്രവാചകന്റെ വസ്ത്രം. അവനോട് നീ ചോദ്യം, എന്റെ ദേവദാസനെ മരിച്ചിട്ട് പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ, ഒരുത്തൻ പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അതാരാന്നറിയാം? അത് ശമൂവേൽ മാത്രമേ ഉള്ളൂ. പുസ്തകത്തിലാക്കി മരിച്ചുപോയി. എന്നിട്ട് അദ്ദേഹം വന്നിട്ട് എന്താ പറഞ്ഞത്? നീ എന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയോന്ന്. മരിച്ചെന്നത് സ്വസ്ഥതയിലായിരിക്കുന്ന മനുഷ്യന് സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിയോന്ന് ചോദിച്ചേക്ക നിലവാരത്തിൽ അല്ലെ അദ്ദേഹം വന്നിട്ട് ഇദ്ദേഹത്തോട് പ്രവചിച്ചു, നീ അവനെ ജയിക്കത്തില്ല, ഇവിടം കൊണ്ട് നിന്റെ ജീവിതം ഫുൾ സ്റ്റോപ്പ്, തീർന്നു എന്ന് പറയുവാൻ കൊണ്ട് അവിടെ തീർന്നു. അഭിഷേകമില്ലാത്തവന്റെ ജീവിതം ഫുൾ സ്റ്റോപ്പ് ആകുമ്പോൾ, അഭിഷേകമില്ലാത്തവന്റെ തലമുറയുടെ അവസ്ഥ അവിടെ കൊണ്ട് തീരുമ്പോൾ, അഭിഷേകമുള്ളവന്റെ തലമുറയെ കവർന്നുകൊണ്ട് പോയാൽ, അഭിഷേകമുള്ള അഭിഷേക തൈലം തലയിൽ വീണ ദാവീദിന്റെ തലയിൽ അല്ലെങ്കിൽ അഭിഷേക തൈലം വീഴുന്ന തലമുറയെ കവർന്നുകൊണ്ട് പോയാൽ, അവന്റെ ഭാര്യമാരെ കവർന്നുകൊണ്ട് പോയാൽ, അവന്റെ സമ്പത്ത് കവർന്നുകൊണ്ട് പോയാൽ, അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിലവിളിക്കുമ്പോൾ, കഷ്ടതയുടെ അനുഭവത്തിൽ, സങ്കടത്തിന്റെ അനുഭവത്തിൽ, അല്ല ഒന്ന് കരയാൻ പോലും കഴിയാതെ ബലമില്ലാത്ത അനുഭവത്തിലായിത്തീർന്നിട്ട് അവൻ നിലവിളിക്കുകയാണെങ്കിൽ, അവന്റെ നിലവിളിക്ക് മറുപടി കേട്ട് അവന് വേണ്ടി എല്ലാം മടക്കി കൊടുക്കുന്ന ഒരു സ്വർഗമുണ്ട്. സ്തുതിച്ചാട്ടെ. അവരുടെ വിശ്വാസം നിനക്ക് രോഗമില്ലേ? വിശ്വാസം നിനക്ക് ബുദ്ധിമുട്ടില്ലേ? നിന്റെ ആരോഗ്യം പിശാച് എടുത്തോണ്ട് പോയില്ലേ? പലപ്പോഴും നിന്നെ തകർത്ത് കളയാൻ ശ്രമിച്ചിട്ടില്ലേ? ഭാര്യ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരിക മാത്രമല്ല കേട്ടോ, സമ്പത്ത് നഷ്ടപ്പെട്ട മാത്രം കൊണ്ടുവരികയല്ല കേട്ടോ. നിന്റെ ജീവിതത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തൊക്കെ വിഷയങ്ങളുണ്ടോ ആ വിഷയങ്ങളെല്ലാം മടക്കി കൊണ്ടുവരുവാൻ എന്റെ യേശുപ്പത്തിന് കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ജീവിതത്തിൽ സമാധാനമില്ലാത്ത നിന്റെ സമാധാനം കലർന്നുകൊണ്ട് പോയിട്ട് ഇപ്പൊ എത്ര നാളായി? ഹല്ലേലൂയ സഹോദരൻ. ആശ ഉറക്കമില്ല ആശ. ഓ, എന്റെ ജീവിതത്തിൽ സമാധാനമില്ല. ഹല്ലേലൂയ സഹോദരൻ. അല്ലേ, നിന്റെ സമാധാനം കവർന്നിട്ട് പോയിട്ട് എത്ര നാളായി? നിന്റെ സന്തോഷം കവർന്നുകൊണ്ട് വിചാരിച്ചു പോയിട്ട് എത്ര നാളായി? നിന്റെ ആനന്ദം കവർന്നുകൊണ്ട് പോയിട്ട് എത്ര നാളായി? നിന്റെ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് നല്ല സന്തോഷിക്കേണ്ട ആ സന്തോഷം കവർന്നെടുത്തോണ്ട് പോയിട്ട് എത്ര നാളായി? ഇതൊന്ന് മടക്കി കൊണ്ടുവരണ്ടേ? ഇതൊന്ന് മടക്കി കൊണ്ടുവരണ്ടേ? അല്ലെങ്കിൽ ഇതൊന്ന് മടക്കി കൊണ്ടുവരണമെങ്കിൽ കർത്താവിന്റെ ആവശ്യത്തിൽ കൂടി കേട്ടതുപോലെ, അല്ലെ പരിശുദ്ധാത്മാവിൽ പ്രിയ പിതാവിൽ കൂടി കേട്ടതുപോലെ, നീ ഒരു മനപ്പെട്ട് ആരാധനയ്ക്ക് മുഖ്യത്വം കൊടുത്തിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് താണിരുന്ന ഒരു കാര്യം ഉറപ്പാ, നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആളുകളായിട്ട് പ്രാർത്ഥിക്കാം, വിഷയത്തിന് വിടുതലില്ലെന്ന്. അച്ചാച്ചിക്കൂടെ കേൾപ്പിച്ചില്ലേ നല്ലൊരു ദൂത്? 100 അല്ല 90 വയസ്സാണെങ്കിലും നിന്റെ ശരീരം എത്ര ചുളുക്കിയതാണെങ്കിലും സ്വർഗത്തിലെ ദൈവം നിനക്ക് അടുത്ത ആണ്ടിൽ ഇങ്ങനെ ഒരു പുരുഷപ്രതയെ തരുമെന്ന്, ഒരു തലമുറയെ തരുമെന്ന് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് നിർവഹിച്ചിരിക്കും. ഹല്ലേലൂയ. സൃഷ്ടാവാം ദൈവം, ഹല്ലേലൂയ സ്തോത്രം, ദൈവത്തിന്റെ ദാസിൽ കൂടി കേട്ടതുപോലെ, ഹല്ലേലൂയ സ്തോത്രം, ഇല്ലാത്തതിന് ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു ദൈവമുണ്ട്. കടലിലെ ഹല്ലേലൂയ സ്തോത്രം മണലി കൊണ്ട് അതിരിട്ട ഒരു കർത്താവുണ്ടെങ്കിൽ ആ സ്വർഗത്തിലെ ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി തരാൻ പോവുകയാണ്. നമ്മളിങ്ങനെ ഒരു കൂട്ടായ്മ ഒരുമിച്ച് കൂടിയെങ്കിൽ ഞാൻ നിർത്തുകയാണ്. ഹല്ലേലൂയ സ്തോത്രം, ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ദൈവസ്ഥലിച്ചതിനെ മടക്കി പിടിക്കണം. ഹല്ലേലൂയ സ്തോത്രം. എന്റെ വലിയ ആഗ്രഹമാണ്, ഹല്ലേലൂയ സ്തോത്രം, എന്റെ വലിയ ആഗ്രഹമാണ് ദൈവസ്ഥലിൽ ചിലരെ മടക്കി പിടിക്കണം, ചിലതിനെ മടക്കി പിടിക്കണം. എത്രയോ അഭിഷേകന്മാർ അല്ലെ എത്രയോ പേരിങ്ങനെ പുറംകാലം കൊണ്ട് തട്ടിയിട്ട് എത്രയോ പേരുണ്ട്. ഒത്തിരി വിശ്വാസം ആർക്കും വേണ്ടെന്ന് ഒന്ന് സ്നേഹിക്കുന്നു. എനിക്ക് ദൈവസ്ഥലിൽ ഞാൻ ആഗ്രഹിക്കുക, ഹല്ലേലൂയ സ്തോത്രം, ചിലപ്പോൾ ഒരു സമയത്ത് ഒരു പീരീഡിൽ ഹല്ലേലൂയ സ്തോത്രം നിനക്ക് ചിലപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ചില സാഹചര്യത്തിൽ നിനക്ക് മാറി നിൽക്കേണ്ടി വരും. പക്ഷെ ദൈവത്തിന്റെ അഭിഷേകം നിന്റെ തലയിൽ വീഴുകയാണെങ്കിൽ, തെരഞ്ഞെടുപ്പ് നിന്റെ തലയിലുണ്ടെങ്കിൽ, നീ എത്ര മാറി നിന്നാലും നിന്നെ മടക്കി കൊണ്ടുവന്ന് നിന്റെ കരച്ചിലിന് മറുപടി തരുന്ന, നിന്റെ നിലവിളിക്ക് മറുപടി തരുന്ന, നിന്നെ നഷ്ടപ്പെട്ടു പോയതിനെ മടക്കിക്കൊണ്ടുവരുന്ന ഒരു സ്വർഗമുണ്ട്. ഞങ്ങളെ ഉയർത്തി നിർത്താൻ സൂചിച്ചാണ്. ഒന്ന് മടക്കിയിരിക്കണ്ടേ, ഒന്ന് മടങ്ങി വരണ്ടേ, ഒന്ന് പ്രാപിച്ചെടുക്കണ്ടേ. നഷ്ടമായി പോയത് എന്നേക്കുമായിട്ട് കുഴിച്ചിടാനല്ല കേട്ടോ, അതിനെ മറന്നു കളയാനല്ലെന്നേ, നിനക്ക് മറന്നു കളയാനുള്ളതല്ലെന്നേ. സ്വർഗത്തിലെ ദൈവം, ജീവിക്കുന്ന ദൈവം യേശുക്രിസ്തു എന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, സ്വർഗത്തിലെ ദൈവം നമ്മുടെ സ്ഥിതിയെ മാറ്റാൻ പോവുകയാണ്, നമ്മുടെ ആരോഗ്യത്തെ മടക്കി തരാൻ പോവുകയാണ്. നിന്റെ രോഗം വിട്ട് ഭാരം വിട്ട് അതിനെ തകർത്ത് കളയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ, പിശാചിന്റെ പദ്ധതി അതാണെങ്കിൽ, ദൈവസ്ഥലിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് ആരോഗ്യത്തിൽ തരും. എടാ, മരിച്ച ലാസറിനെ 4 ദിവസം അഴുകിയവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ യേശുവിന് പറ്റുന്നതിനാണെങ്കിലോ, അല്ലെങ്കിൽ ഈ ചെറിയ ഞനം കൊടുക്കുന്ന കേസ് കേട്ടത്
അത് മാറ്റാൻ ദൈവത്തിന് കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സന്നിധി നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്വതന്ത്ര പ്രിയ പിതാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. സ്വതന്ത്ര ഹല്ലേലൂയ. കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. അച്ഛൻ ചെയ്യുന്ന ഹല്ലേലൂയ സ്വതന്ത്ര വചനം പറഞ്ഞപ്പോ സാക്ഷ്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം. ഇന്നേക്ക് 36 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് വിധിക്കപ്പെട്ടൊരു മനുഷ്യനായിരുന്നു. രാവിലെ 8 മണിക്ക് ഡോക്ടർ പോസ്റ്റ്മോർട്ടത്തിന് 1-ാം നമ്പറായിട്ട് എഴുതിയിട്ട മനുഷ്യൻ കോട്ടയം മെഡിക്കൽ കോളേജ് 6-ാം വാർഡിൽ 23-ാമത്തെ ബെഡില് അതിന്റെ സ്ക്രീൻ കൊണ്ടുവന്ന് മറച്ച് ആ ശവശരീരം മൂടിയിടാൻ വേണ്ടി പദ്ധതി ഇട്ടിരുന്ന വ്യക്തിയായി ഈ ഇരിക്കുന്നത്. എന്നാൽ നാം 36 വർഷം കഴിഞ്ഞിട്ട് ഒരു മരുന്ന് പോലും കഴിക്കാതെ അതിന്റെ യേശുവിന് വേണ്ടി ഇന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചങ്കത്തടിച്ച് ദൈവത്തെ